നമസ്കാരം. സഭാവാർത്തകളിലേക്ക് സ്വാഗതം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യ നന്മയ്ക്കും പുരോഗതിക്കും പ്രയോജനപ്പെടണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത. മാർത്തോമാ സഭയുടെ ശാസ്ത്ര അവാർഡായ മേൽപ്പാടം ആറ്റുമാലിൽ ജോർജ് കുട്ടി മെറിറ്റ് അവാർഡ് ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പോലീത്ത. ഏതെങ്കിലും വ്യക്തിയിലോ സ്ഥാപനങ്ങളിലോ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതല്ല അറിവ്. സമൂഹത്തിന്റെ വിശാലതയിലേക്ക് അറിവ് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് മെത്രാപ്പോലീത്ത വ്യക്തമാക്കി. It is my privilege and joy to inaugurate this meaningful gathering, which brings together remembrance, recognition, and inspiration. ഇന്ത്യയുടെ ബഹിരാകാശ വളർച്ചയും യുവജനങ്ങളുടെ സാധ്യതകളും എന്ന വിഷയത്തിൽ ഡോക്ടർ S. സോമനാഥൻ പ്രഭാഷണം നടത്തി. ശാസ്ത്രമേഖലയിൽ വികസിത രാജ്യങ്ങളെ മറികടക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ വളർന്നതായി അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവേഷണത്തിനും സംരംഭകത്വത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു. സർവീസ് സെക്ടറിൽ മാത്രം കേന്ദ്രീകരിച്ച് സാമ്പത്തിക മുന്നേറ്റം സാധ്യമാകില്ല. സാങ്കേതിക വളർച്ചയാണ് പ്രധാനം. 2035 ഇന്ത്യയുടെ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യവും. മറ്റു രാജ്യങ്ങൾ മനുഷ്യനെ കൊല്ലാനുള്ള മിസൈലുകൾ വികസിച്ചപ്പോൾ ഇന്ത്യ സാധാരണക്കാരുടെ ജീവിത വളർച്ചയാണ് ശാസ്ത്ര സാങ്കേതിക വളർച്ചയിലൂടെ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക ശക്തി വർദ്ധിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കാരണം വളരെ ക്ലിയറാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ എണ്ണം മറ്റു ഏതൊരു രാജ്യത്തെ അപേക്ഷിച്ചും പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനിൽ വളരെ ഹൈ പെർസെൻറ്റേജ് ഉള്ള ഒരു രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് ഇന്ത്യ. ചൈന പോലും ഇതിലെത്തുന്നില്ല. ഒരു ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇനി വരുന്ന ഒരു 20 വർഷത്തേക്ക് ഈ അഡ്വാൻറ്റേജ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാർത്തോമാ സഭ കൗൺസിൽ ചേംബറിൽ നടന്ന അവാർഡ് സമർപ്പണ സമ്മേളനത്തിൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. യുവശാസ്ത്രജ്ഞനുള്ള അവാർഡ് ധൻബാദ് IIT അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബോധി സത്വ ഹസ്രയ്ക്ക് നൽകി. 50,000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു അവാർഡ്. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, സഭാ സെക്രട്ടറി റവറൻ EBT മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാട്ട്, കേണൽ ഡോക്ടർ ജോൺ ജേക്കബ് ആറ്റുമാലിൽ എന്നിവർ പ്രസംഗിച്ചു. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ജോർജ് സ്കോളേഴ്സ് സ്കോളർഷിപ്പ് അലീഡ ആൻഡ് ജോർജ്, N. നിയാസ്, മഹിദ സാറ സാം, അമു റെജികുമാർ എന്നിവർക്ക് നൽകി. പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നവർക്കുള്ള സാറാമ ജോൺസ് ഫിലൻത്രോപിക് അസിസ്റ്റൻസ് V. ഉദയകൃഷ്ണനും സഞ്ജന സണ്ണിക്കും, ജീവകാരുണ്യ സ്ഥാപനത്തിനുള്ള ഉപഹാരം മഞ്ഞാലുമൂട് സ്നേഹതീരത്തിനും നൽകി. അവാർഡ് സ്ഥാപകൻ AV ജോൺസ് അനുസ്മരണവും നടത്തി. ദ്രുതഗതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾക്കിടയിൽ സത്യസന്ധമായ ആത്മീയ ജീവിതം വൈദികർക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. മാർത്തോമാ സഭ നിരണം മാരാമൺ ഭദ്രാസന വൈദിക സമ്മേളനം ആലുവയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധിയും സാക്ഷ്യ ജീവിതവും പ്രധാനമാണ്. ജനങ്ങൾ നമ്മിലേക്ക് വിരൽ ചൂണ്ടാനിടയാവരുത്. പുരോഹിതൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവനല്ല. പൊതു ഇടങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും മാറിവരുന്ന സാംസ്കാരിക വെല്ലുവിളികളോടും സംവദിച്ച് സുവിശേഷത്തിന്റെ സംവേദനം സാധ്യമാക്കണമെന്നും മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. റവറൻ ഡോക്ടർ ഷിബി P. വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. റവറൻ ഫിലെമോൻ കോശി, റവറൻ ജസ്റ്റിൻ J. സാം എന്നിവർ ബൈബിൾ പഠനങ്ങൾക്ക് നേതൃത്വം നൽകി. റവറൻ മത്തായി ജോസഫ് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. സഭാ സെക്രട്ടറി റവറൻ EBT മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് A. മാത്യു, ഭദ്രാസന ട്രഷറർ ശ്രീ അനീഷ് കുന്നപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകി. മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ പ്രഘോഷകരാകണമെന്ന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ബോധിപ്പിച്ചു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ മിഷൻ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ച ധന്യസ്മൃതി സംഗമം കല്ലിശ്ശേരി ഉമയാറ്റുകര മാർത്തോമാ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയോടുകൂടെ
ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളായി ഇതിന് നേതൃത്വം നൽകുന്നതായ വ്യക്തികൾ അവരുടെ ധന്യ ജീവിതത്തെ ഓർക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സഭാ ചരിത്ര ഗവേഷകനും പ്രഭാഷകനുമായ റവറൻ ഡോക്ടർ ഈപ്പൻ വർഗീസ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. യേശുക്രിസ്തുവില്ലാതെ, യേശുക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യ ആളത്വം എന്ന സുവിശേഷമില്ലാതെ ഒരു സുവിശേഷവുമില്ല. ഒരു സുവിശേഷവും ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുകയോ ചലനാത്മകമാക്കുകയോ ചെയ്യുകയില്ല. കർത്താവാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്രം. സംഘം ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, വികാരി ജനറൽ റവറൻ ഡോക്ടർ ഡി ഫിലിപ്പ്, ഇടവക വികാരി റവറൻ ജാക്സൺ ജോസഫ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സാം ജേക്കബ്, സാം ചെമ്പകത്തിൽ എന്നിവർ വിവിധ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. 1888 സെപ്റ്റംബർ 5 കല്ലിശ്ശേരി കടവിൽ മാളികയിൽ സംഘത്തിന് ആരംഭം കുറിക്കാൻ നേതൃത്വം നൽകിയ 12 സ്ഥാപക നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ സംഗമത്തിൽ ആദരിച്ചു. ആദ്യകാല പിതാക്കന്മാരുടെ ജീവിത വഴികളെക്കുറിച്ചും സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ടിബറ്റൻ ബോർഡർ മുതൽ കന്യാകുമാരി വരെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനവും പ്രദർശനവും സംഗമത്തിൽ നിർവഹിക്കപ്പെട്ടു. മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ശാഖാ സെക്രട്ടറിമാരുടെ കോൺഫറൻസ് അടൂർ യൂത്ത് സെന്ററിൽ സംഘടിപ്പിച്ചു. യുവജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. മാറിവരുന്ന ലോക സാഹചര്യത്തിൽ കാലത്തിനൊത്ത ആത്മീയത പുലർത്തുവാൻ യുവജനങ്ങൾക്ക് സാധിക്കണമെന്ന് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. ഓർത്തഡോക്സ് സഭ അടൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകി. ട്രെൻഡ്സ് എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി റവറൻ എബ്രഹാം സി പുളിന്തിട്ട, റവറൻ ബിനോയ് ഡാനിയൽ, റവറൻ എബ്രഹാം വർഗീസ്, റവറൻ ഷാനു വി എബ്രഹാം, റവറൻ ബ്ലെസൻ സാം കോശി, സി എ ലിബിൻ മാത്യു, ചെറിയാൻ സി ജോൺ, അനീഷ് ജോർജ്, ലാലു പോൾ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 200ഓളം പേർ 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അധ്യാപകർ മറ്റുള്ളവർക്ക് പ്രചോദനം സൃഷ്ടിക്കുന്നവരാകണമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത മാർത്തോമ സ്കൂൾസ് റിട്ടയർഡ് ടീച്ചേഴ്സ് ഫെലോഷിപ്പിന്റെ സംസ്ഥാനതല പഠന സമ്മേളനം മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് വി എം മത്തായിയുടെ അധ്യക്ഷതയിൽ മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ ബോബി എബ്രഹാം ബി ഇൻസ്പിറേഷണൽ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. സംസ്ഥാന സെക്രട്ടറി സജി ജോൺ, ട്രഷറർ കെ ജി തോമസ്, വി വി മേരിക്കുട്ടി, എ വി ജോർജ്, എ ടി ജോൺ, എൻ ടി മാത്യു, ടെൻസ് ടി ബേബി, സെനു തോമസ്, വാളകം ജോൺ, എം ജെ ജോസഫ്, എം ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. 77ാം ജന്മദിനത്തിലേക്ക് പ്രവേശിച്ച സഫ്രഗൻ മെത്രാപ്പൊലീത്തയെ യോഗം ആദരിച്ചു. മാർത്തോമ സഭ ഡൽഹി ഭദ്രാസന നേതൃത്വത്തിൽ യൂഹാനോൻ മാർത്തോമ അനുസ്മരണ പ്രഭാഷണം നടത്തി. അശോക റോഡിലെ YWCA കോൺസ്റ്റാൻഷ്യ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ ടുഡേ ചലഞ്ചസ് ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. വികാരി ജനറൽ വെരി റവറൻ ഡാനിയൽ തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ സാം എബ്രഹാം, റവറൻ ലിജു ജോൺ, ടൈറ്റസ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം അടൂർ ഭദ്രാസന സീനിയർ ക്യാമ്പ് ചരൽക്കുന്നിൽ സംഘടിപ്പിച്ചു. സമാജം നേതൃത്വം നൽകി. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻ കെ വി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സമാജം ഭദ്രാസന ഭാരവാഹികളായ റവറൻ വർഗീസ് ജോൺ, ഷാജി തോമസ്, ഡി കെ യേശുദാസൻ, ജോസഫ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. 6 സെന്ററുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാർത്തോമ സുവിശേഷ സേവികാ സംഘം അടൂർ മേഖലാ സമ്മേളനം കൊല്ലക സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. റെജി ജേക്കബ് സന്ദേശം നൽകി. അമ്മ മക്കളുടെ കാവൽ മാലാഖ എന്നതായിരുന്നു ചിന്താവിഷയം.
മാർത്തോമ സഭ അടൂർ ഭദ്രാസന നേതൃത്വത്തിൽ തെലുങ്കാനയിലെ ഗഡ്ഗേശ്വർ മിഷനിൽ നടത്തിയ സന്ദർശനം അനുഗ്രഹീത അനുഭവമായി. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ ഭദ്രാസന കൗൺസിലിലെ 10 പേർ സന്ദർശനത്തിൽ പങ്കെടുത്തു. ഭവന സന്ദർശനം, കോർണർ മീറ്റിംഗ്, വിശുദ്ധ കുർബാന എന്നിവ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ഭദ്രാസന ട്രഷറർ ബിനു പി രാജൻ, റവറൻ അലക്സാണ്ടർ തരകൻ, ജോഷി ജോസഫ്, റവറൻ ജോബിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ സഭാ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ശലോം.